കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ ഇന്ന് കോഴിക്കോട് എത്തിച്ചേക്കും. കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് മുംബൈയിൽ വെച്ചാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. പിന്നീട് തന്ത്രപരമായി ജയിൽ ചാടിപ്പോകുന്നു, മാനസികാരോഗ്യ കേന്ദ്രം ചാടിപ്പോകുന്നു, നാളുകളോളം ഒളിവിൽ കഴിയുന്നു. രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്? ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ഷിഹാസ്രുതി, ഗുഡ് മോർണിംഗ്. നീണ്ട 100 ദിവസങ്ങൾക്ക് ശേഷമാണ് വിനീഷ് പോലീസിന്റെ പിടിയിലാകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ തന്ത്രപരമായി പലയിടങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സെല്ല് തുരന്നാണ് വിനീഷ് ചാടിപ്പോകുന്നത്. പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധിയായത് ഇയാളുടെ കൈവശം മൊബൈൽ ഫോണില്ലായിരുന്നു. പല CCTV ദൃശ്യങ്ങളിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെട്ടാണ് പ്രതി പലയിടങ്ങളിലേക്കായി മുങ്ങിയത്. അങ്ങനെ പല അയൽ സംസ്ഥാനങ്ങളിലും പോലീസിന്റെ അന്വേഷണം വ്യാപിച്ചു. അതിനിടയിലാണ് ഇയാൾ മുംബൈയിലുണ്ട് എന്നുള്ളൊരു വിവരം അത് അവിടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് ഒരു തവണ മുംബൈയിലെത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ വരവറിഞ്ഞ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഒരു വിവരം ഇങ്ങനെ മുംബൈയിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നതും അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ സംഘം ഈ മുംബൈക്ക് സമീപമുള്ള താനെയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ഈ വിനീഷിനെ ഏതായാലും പിടികൂടുകയും ചെയ്തത്. ഇതിലേറെ ആശങ്കയുണ്ടായിരുന്നു. സംഭവം ദൃശ്യയെ കൊലപ്പെടുത്തുന്നത് 2021 അതിൽ പിന്നെ ഇങ്ങോട്ട് ഇയാൾ ജയിലിന് പുറത്തു കടന്നാൽ, അല്ലെങ്കിൽ ഇയാൾ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിന് പുറത്തു കടന്നാൽ വീണ്ടും ഈ ദൃശ്യയുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമോ, അവർക്ക് നേരെയും ഒരു ആക്രമണം ഉണ്ടാകും എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. കുടുംബവും ആ രീതിയിലുള്ള ആശങ്കയൊക്കെ പങ്കുവെച്ചതാണ്. പക്ഷേ പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞിരുന്നില്ല. നിലവിലേതായാലും ഇയാളെ മുംബൈയിൽ വെച്ച് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് തന്നെ ഇയാളെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. ഏതായാലും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഉച്ചയോടുകൂടി ഇയാളുമായുള്ള വിനീഷുമായുള്ള സംഘം കോഴിക്കോടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.